മെലഡീസിൻ്റെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ജനത്തെ അവിടുന്ന് സന്ദർശിച്ച് രക്ഷിച്ചു. ഓ എൻ്റെ ദൈവമേ, അവിടുത്തെ അനന്തസ്നേഹം അറിയുവാൻ കഴിഞ്ഞവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. പരാതികളില്ല, പിറുപിറുപ്പുകളില്ല. ആ ദിവ്യസ്നേഹം നിറഞ്ഞപ്പോൾ സാവൂൾ പൗലോസായി രൂപാന്തരപ്പെട്ടു. കർത്താവിൽ ആശ്രയിച്ച് അവിടുന്ന് അനേകർക്ക് വഴികാട്ടിയായി. നല്ല ഓട്ടമോടി. ദൈവമായ കർത്താവെ, അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുന്നതിനുള്ള കൃപാവരം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയും നാടൻ ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊല്ലാൻ പോര വാക്കുകൾ. പാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. പാട്ടുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി ഹല്ലേലൂയ പാടും ഞാൻ.
വൻതിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലഭൻ ചൊല്ലിൽ എല്ലാം മാറിടും. വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമേ, വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ. വൻതിര പോലോരോ ക്ലേശങ്ങൾ വന്നാൽ വല്ലഭൻ ചൊല്ലിൽ എല്ലാം മാറിടും. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. എൻ സ്വന്ത ബന്ധു മിത്രമേവരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ? കൈവിടില്ലെന്നു തൻ വാഗ്ദത്തമുള്ളതിൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. മിത്രമേവരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനാ? കൈവിടില്ലെന്നു തൻ വാഗ്ദത്തമുള്ളതിൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴി, ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ഹല്ലേലൂയ പാടും ഞാൻ. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ദൈവമായ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അതുവഴി ദൈവരാജ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാകുവാനും അനേകർക്ക് ദൈവരാജ്യഫലം നൽകുന്നവരായി മാറ്റുവാനുമുള്ള കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ. പാവനമായൊരു ഹൃദയമുണ്ടായാൽ സ്തുതിഗീതമെപ്പോഴും പാടാം. നവമൊരു ജീവിത സാക്ഷ്യമുണ്ടായാൽ വചനപ്രഘോഷണം ചെയ്യാം. പരിപൂർണത നേടി വിളങ്ങാം.
തീയോടൊരു ദാഹമുണ്ടായാൽ യേശുവിൽ നിന്നതു നേടാം. ഉള്ളിൻ്റെ ഉള്ളിൽ പുണ്യമുണ്ടായാൽ ആ നന്മയാർക്കുമീ പകരാം. ആരിലാ സ്നേഹമാർക്കുമീ നുകരാം. പാവനമായൊരു ഹൃദയമുണ്ടായാൽ സ്തുതിഗീതമെപ്പോഴും പാടാം. നവമൊരു ജീവിത സാക്ഷ്യമുണ്ടായാൽ വചനപ്രഘോഷണം ചെയ്യാം. പരിപൂർണ്ണത നേടി വിളങ്ങാം. പാവനമായൊരു ഹൃദയമുണ്ടായാൽ സ്തുതിഗീതമെപ്പോഴും പാടാം. നവമൊരു ജീവിത സാക്ഷ്യമുണ്ടായാൽ വചനപ്രഘോഷണം ചെയ്യാം. പരിപൂർണ്ണത നേടി വിളങ്ങാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കർത്താവെ, അങ്ങയുടെ ദിവ്യാത്മാവിൻ്റെ നിറവ് എൻ്റെ ഹൃദയത്തിൽ നൽകണമേ. ഭീരുവായിരിക്കുന്ന എന്നെ അങ്ങ് ധൈര്യപ്പെടുത്തണമേ. എന്നിലുള്ള എന്നെ അങ്ങയുടെ സ്വന്തമാക്കണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും വർഷിക്കുന്ന ദൈവമേ, അങ്ങയുടെ ഈ വാഗ്ദാനത്താൽ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. ആത്മാവാം അഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവേ, ജീവാത്മാവേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ, ജീവാത്മാവേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ.
ജീവജലം യാക്കോബിന്റെ കിണർക്കരയിൽ പാവിനിക്കേകിയപ്പോ ജീവജലം യാക്കോബിന്റെ കിണർക്കരയിൽ പാവിനിക്കേകിയപ്പോ വിശ്വാസികളുടെ ദാഹമകറ്റാൻ ഇന്നും നൽകണമേ. വിശ്വാസികളുടെ ദാഹമകറ്റാൻ ഇന്നും നൽകണമേ. ആത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആത്മാവാ നിശ്വാസം വരണ്ടുണങ്ങിയൊരസ്ഥികളിൽ ജീവനുണർത്തിയപ്പോ വിശ്വാസം വരണ്ടുണങ്ങിയൊരസ്ഥികളിൽ ജീവനുണർത്തിയപ്പോ നിഹിതന്മാരാം മനുജരിലും ജീവൻ പകരണമേ. നിഹിതന്മാരാം മനുജരിലും ജീവൻ പകരണമേ. ആത്മാവാം അഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവാം അഗ്നിനാളം അപ്പസ്തോലഗണത്തിന്മേൽ ആവസിച്ചതുപോൽ വിശ്വാസികളുടെ കൂട്ടായ്മയിലും ആവസിക്കണമേ. ആത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്നു വസിക്കണമേ. 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 ദൈവം മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. അവൻ്റെ അഹങ്കാരത്തിൻ്റെ അടിത്തറ ഇളക്കും. വീഴും മുമ്പ് വിനീതനാകുന്നവൻ ഭാഗ്യവാൻ. നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിലനിൽക്കും. ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് ഈ ദൈവാശ്രയത്വം ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി ഞങ്ങൾ ഓരോരുത്തരും ദൈവമക്കളായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച നല്ല നല്ല ഗാനങ്ങളുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് കാത്തിരിക്കാം.